ഹജി ഓരോ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിൽ ഓരോ ചോദ്യങ്ങളും ഉണ്ടാവും. അത് ഉത്തരം തരാതെ അവസാനം വരെ കഥയെ കൊണ്ടുപോകും. എന്നാൽ ചെറിയ ഡൗട്ടും കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്ലിയർ ചെയ്ത് തരുന്നല്ലാതെ ഇതിന്റെ മെയിൻ ചോദ്യം, അതായത് ഇത് എവിടെ നിന്നാണ് ആരംഭിച്ചത് എന്നുള്ളത് വെളിപ്പെടുത്തുന്നത് സീസൺ 3 എപ്പിസോഡ് 20 ആണ്. ഇതൊരു കനം സ്പോയിലറാണ്. ഈ വീഡിയോ കാണേണ്ടവർക്ക് കാണാം. കഥ ഇങ്ങനെ തുടങ്ങുന്നു. 1820 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രാമം എൽഡിയൻ വംശജർ വന്ന് കീഴടക്കി. ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകളെ അടിമകളാക്കി. എൽഡിയൻ നേതാവായിരുന്ന ഫ്രിറ്റ്സ് സ്വയം പ്രഖ്യാപിത രാജാവായി. പല രീതിയിലും അവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഗ്രാമവാസികൾക്ക് അവർക്കെതിരെ ശബ്ദം ഉയർത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം ഗ്രാമത്തിലെ യാമീർ എന്ന പെൺകുട്ടി എൽഡിയൻസ് വളർത്തിയിരുന്ന പന്നികളെ ദയതോന്നി കൂട്ടിൽ നിന്നും മോചിപ്പിച്ചു. അതിന്റെ പരിണിതഫലം അവൾ പിന്നെയാണ് അറിഞ്ഞത്. ആളുകൾ കൂടി നിൽക്കവേ കിങ് ഫ്രിറ്റ്സ് ചോദിച്ചു, ആരാണ് പന്നികളെ കൂട്ടിൽ നിന്നും മോചിപ്പിച്ചത്? ആരും മുന്നോട്ട് വന്നില്ല എങ്കിൽ എല്ലാവരുടെയും കണ്ണുകൾ ഞാൻ ചൂഴ്ന്നെടുക്കും. പേടിയോടെ കാലുകൾ വിറച്ചു നിന്ന ഗ്രാമവാസികൾ ശബ്ദം ഉയർത്താതെ തന്നെ അവരുടെ ചൂണ്ടുവിരൽ യാമറിലേക്ക് നീട്ടി. തെറ്റിന് ഫ്രിറ്റ്സ് നൽകിയ ശിക്ഷ അവളെ കാട്ടിലേക്ക് അയക്കാനും പന്നികളെ പോലെ വേട്ടയാടാനുമായിരുന്നു. നിസ്സഹായ അവൾ അവളുടെ പകുതി ജീവനും കൊണ്ട് ആദ്യം കണ്ട മരത്തിന്റെ മാളത്തിലേക്ക് ഓടിക്കയറി. അവൾ പിന്നീട് കാണുന്നത് വെള്ളത്തിനുള്ളിൽ നട്ടെല്ല് രൂപത്തിൽ എന്തോ ഒന്നാണ്. അവൾ അത് സ്പർശിച്ചതും ആദ്യ ഫൗണ്ടിംഗ് ടൈറ്റൻ ആവുകയായിരുന്നു. യജമാനോട് കൂറു പുലർത്തിരുന്ന യാമിറിനെ അവർ മലകൾക്കിടയിൽ പാലങ്ങൾ പണിയുന്നതിനും റോഡുകൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിച്ചു തുടങ്ങി. ഫ്രിറ്റ്സിന്റെ നേതൃത്വത്തിൽ ടൈറ്റനെ ഉപയോഗിച്ചുകൊണ്ട് ഒന്നൊന്നായി അവർ പിടിച്ചടക്കി. അതിന്റെ പ്രത്യുപകാരമായി ഫ്രിറ്റ്സ് അവളെ ഭാര്യയായി സ്വീകരിച്ചു. അവർക്ക് 3 പെൺമക്കളുണ്ടായി. മരിയ, റോസ്, സിന എന്ന പേരുകൾ നൽകി. യാമിറിന് ടൈറ്റൻ പവർ ലഭിച്ച് 13 വർഷം കഴിഞ്ഞു. ഈ വർഷത്തിനിടയിൽ ആ ഗ്രാമം എൽഡിയൻ സാമ്രാജ്യമായി മാറിക്കഴിഞ്ഞിരുന്നു. മാർലിയൻ ശത്രുക്കൾ വർദ്ധിച്ചു വന്നു. ഇവർക്കെതിരെ യുദ്ധം ചെയ്ത മാർലിയൻ ഭടന്മാരെ രാജാവിന് മുന്നിൽ അണിനിരത്തി. പെട്ടെന്ന് അതിലൊരാൾ കുന്തം കിങ് ഫ്രിറ്റ്സിന് നേരെ ആഞ്ഞെറിഞ്ഞു. അതിൽ യാമിർ തന്റെ ജീവൻ നൽകി രാജാവിനെ രക്ഷിച്ചു. യാമിറിന്റെ പവർ നിലനിന്നു പോകണം, അല്ലാത്ത പക്ഷം എൽഡിയൻ സാമ്രാജ്യത്തിൽ നിലനിൽപ്പുണ്ടാവില്ല എന്നത് രാജാവിന് നന്നായി അറിയാമായിരുന്നു. അതിനുവേണ്ടി അയാൾ തന്റെ ഭാര്യയുടെ മരിച്ച ശരീരം പെൺകുട്ടികളോട് കഴിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ശക്തി പെൺകുട്ടികളിലേക്ക് പകർന്നു കിട്ടി. അത് പരമ്പരയായി തുടർന്നുപോയി. പിന്നീട് 9 വ്യത്യസ്ത തരത്തിലുള്ള ടൈറ്റൻസ് ഉണ്ടായി. ഫൗണ്ടിംഗ് ടൈറ്റൻ പവർ റോയൽ ഫാമിലിയിലേക്കും മറ്റു പവറുകൾ നോബിൾ ഫാമിലിയിലേക്കും വന്നു ചേർന്നു. ഈ ശക്തികൾ ഉപയോഗിച്ച് അവർ ലോകം തന്നെ കീഴടക്കി. ലോകം എൽഡിയൻ സാമ്രാജ്യത്തിന്റെ കീഴിലായി മാറി. അവരുടെ ക്രൂരത 1700 വർഷം നീണ്ടുനിന്നു. നോബിൾ ഫാമിലിയിലെ ശത്രുക്കൾ ഇല്ലാതെയായി വന്നപ്പോൾ അവർ പരസ്പരം യുദ്ധം ചെയ്തു. അങ്ങനെ സിവിൽ വാറിന് തുടക്കമായി. ആൻസെസ്റ്റർ മാർലിയോട് ചെയ്ത ക്രൂരതയും ഫാമിലികൾ തമ്മിലുള്ള തമ്മിൽത്തല്ലും സഹിക്കവയ്യാതെ അന്നത്തെ രാജാവ് കാൾ ഫ്രിറ്റ്സ് തനിക്ക് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി ടൈബുക്ക് ഫാമിലിയുമായി ഒത്തുചേർന്ന് 1700 വർഷം നീണ്ടുനിന്ന ഗ്രേറ്റ് ടൈറ്റൻ വാർ അവസാനിപ്പിച്ചു. കാൾ ഫ്രിറ്റ്സ് തന്റെ പ്രജകളെയും കൂട്ടി പാരഡൈസ് ഐലൻഡിലേക്ക് കുടിയേറി. കൊളോസൽ ടൈറ്റനിൽ നിർമ്മിതമായ 3 മതിലുകൾ പണിതു. മതിലിന് യാമിറിന്റെ മക്കളുടെ പേരുകൾ നൽകി. കാൾ ഫ്രിറ്റ്സിന്റെ ഫൗണ്ടിംഗ് ടൈറ്റൻ പവർ വഴി പ്രജകളുടെ മെയിൻലാൻഡിലുള്ള ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞു. അവരുടെ വിചാരം മനുഷ്യവംശത്തിന്റെ അവസാന കണ്ണി അവരാണെന്നാണ്. വൻമതിലുകൾ മനുഷ്യരെ ടൈറ്റനിൽ നിന്ന് സംരക്ഷിക്കും എന്ന വിശ്വാസത്തോടെ അവർ ജീവിച്ചു പോന്നു. കാൾ ഫ്രിറ്റ്സ് പാരഡൈസ് ഐലൻഡിൽ കുടിയേറി 1 നൂറ്റാണ്ട് കഴിഞ്ഞു. അതിനിടയ്ക്ക് ആദ്യമായി വാൾമരിയ തകർക്കപ്പെട്ടു. മൈൻലെസ് ടൈറ്റൻസ് മതിൽക്കെട്ടിനുള്ളിലേക്ക് പാഞ്ഞുകയറി. അന്നാണ് എറൻ ഈഗർ എന്ന ബാലൻ തന്റെ അമ്മയെ ടൈറ്റൻ ഭക്ഷിക്കുന്നത് കാണുന്നത്. അങ്ങനെയാണ് സീസൺ 1 തുടക്കം. പിന്നീട് എറൻ ഈഗറിലൂടെ കഥ മുന്നോട്ട് പോകുന്നു. ഈ വീഡിയോയിൽ പല കാര്യങ്ങളും വിശദീകരണം നൽകിയിട്ടില്ല. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ആൻഡ് വെൽക്കം ടു അർബൻ നെഡ്.